ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഓർമ്മപ്പെടുത്തലുമായി ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. വനിതാ ദിനത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നിരവധി പരിപാടികൾ നടന്നു. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കുന്നതിൽ സ്ത്രീകളുടെ പങ്ക് നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ലഖ്പതി ദീദി, നമോ ഡ്രോൺ പദ്ധതികൾ സ്ത്രീകളുടെ ഉയർച്ചയ്ക്ക് സഹായകമാകുമെന്നും ശ്രീമതി മുർമു പറഞ്ഞു. കേന്ദ്ര സർക്കാർ സ്ത്രീ ശാക്തീകരണത്തിന് പ്രതിജ്ഞാബദ്ധരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീകൾ നയിക്കുന്ന വികസനത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. അടുത്ത 5 വർഷത്തിനുള്ളിൽ 3 കോടി ലഖ്പതി ദീദികളെ സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. കേരളത്തിലെ തൊഴിലിടങ്ങളിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ പോഷ് ആക്ട് പ്രകാരം 95 സർക്കാർ വകുപ്പുകളിലെ 10-ൽ കൂടുതൽ ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിച്ചതായി മന്ത്രി വീണ ജോർജ്. സംസ്ഥാനതല വനിതാ ദിനാഘോഷം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇതോടൊപ്പം IT പാർക്കുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയും IC കമ്മിറ്റികളുള്ള സ്ഥാപനങ്ങളാക്കി മാറ്റാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് വനിതകളുടെ തൊഴിൽ സംരംഭക പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നത്. സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം, സാമൂഹിക സമത്വം എന്നിവ ഉറപ്പാക്കാനും ആത്മവിശ്വാസവും കാര്യക്ഷമതയും വളർത്തിയെടുക്കാനും ഇത് സുപ്രധാനമാണ്. സ്വന്തമായി വരുമാനം നേടാനും സാമൂഹിക ജീവിതം സജീവമായി നിർത്താനും തന്റെ സംരംഭം സഹായിച്ചതായി കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സംരംഭക ബേബി സ്മിത ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഏതൊരാളുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വന്തമായി ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളത്. ഈ സംരംഭത്തിലൂടെ സ്വയം വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതിലുപരി എന്റെ കുടുംബത്തിന്റെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇടപെടാനും അവർക്ക് സഹായമായി മാറാനും എനിക്ക് സാധിച്ചു എന്നത് വളരെയധികം സന്തോഷം നൽകുന്നു. മാത്രമല്ല, സമൂഹത്തിലെ നാനാവിഭാഗത്തിലുള്ള ആളുകളുമായി നിരന്തരം ഇടപെടുന്നതിനും സാമൂഹികമായ ഒട്ടേറെ കാര്യങ്ങളിൽ സജീവമാകുന്നതിനും ഈ സ്ഥാപനം വഴി എനിക്ക് സാധിച്ചിട്ടുണ്ട്. സൂര്യാഘാതമേറ്റ് കാസർഗോഡ് ഒരാൾ മരിച്ചു. കയ്യൂർ വലിയ പൊയിലിലെ കുഞ്ഞിക്കണ്ണനാണ് മരിച്ചത്. 92 വയസ്സായിരുന്നു. ഇന്നുച്ചയ്ക്ക് വീടിന്റെ സമീപത്ത് വെച്ചാണ് സൂര്യാഘാതമേറ്റത്. കേരളത്തിൽ താപനില ഉയരുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് കൊല്ലം, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ജനകീയ ക്യാമ്പയിനിൽ പങ്കെടുത്ത് 1 മാസത്തിനുള്ളിൽ 10 ലക്ഷത്തിലധികം പേർ പരിശോധന നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സ്ക്രീനിംഗിൽ 86 പേർക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു. 1517 ആശുപത്രികളിലാണ് സ്ക്രീനിംഗ് ഒരുക്കിയിരുന്നത്. ഭൂമിയുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ എത്തുകയാണെന്ന് മന്ത്രി കെ രാജൻ. അടുത്ത വർഷത്തോടെ ലാൻഡ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനം ചൊവ്വാഴ്ച ആരംഭിക്കും. മാർച്ച് 12-ന് മൌറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. സന്ദർശനവേളയിൽ മൌറീഷ്യസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി തുടങ്ങിയവരുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനൽ നാളെ. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 2:30-നാണ് മത്സരം. 6ാമത് ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് കിരീടം നേടി ഇന്ത്യ. ടെഹ്റാനിൽ നടന്ന മത്സരത്തിൽ ആതിഥേയരായ ഇറാനെയാണ് ഇന്ത്യൻ വനിതകൾ പരാജയപ്പെടുത്തിയത്. ഇത് 5ാം തവണയാണ് ഇന്ത്യ ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കുന്നത്. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാളിനെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. 2ാം മത്സരത്തിൽ മോഹൻ ബഗാൻ ഗോവ FCയുമായി ഏറ്റുമുട്ടുകയാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ ഇന്നത്തെ തെളിവെടുപ്പ് പൂർത്തിയായി. അഫാന്റെ അമ്മൂമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലെ തെളിവെടുപ്പാണ് പൂർത്തിയായത്. കൊലപാതകത്തിന് ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ കടയിലും സ്വർണം പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും പണം അയക്കാനെത്തിയ ATMിലുമാണ് തെളിവെടുപ്പ് നടത്തിയത്. പോലീസ് കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചതിനെ തുടർന്ന് അഫാനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. താനൂരിൽ നിന്ന് നാടുവിട്ടു പോയ പെൺകുട്ടികൾ തിരിച്ചെത്തി. പോലീസ് സംഘത്തോടൊപ്പം ഉച്ചയോടെ എത്തിയ കുട്ടികളെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി രഹസ്യമൊഴി രേഖപ്പെടുത്തി കൌൺസിലിംഗിന് ശേഷം വീട്ടുകാർക്ക് വിട്ടുനൽകും. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 8040-ഉം പവന് 400 രൂപ കൂടി 64,320 രൂപയുമാണ് ഇന്നത്തെ വില. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.